50 വർഷത്തെ മാലിന്യം, ഒന്നും രണ്ടും വർഷത്തെ അല്ല, വളരെ വലിയ മാലിന്യമാണ് കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻസ് പ്രദേശത്ത് കിടക്കുന്നത്. ഇതിനേക്കാൾ ഇരട്ടിയായിരിക്കും കൊച്ചിൻ കോർപ്പറേഷനിൽ, അതിനേക്കാൾ ഇരട്ടിയായിരിക്കും കോഴിക്കോട് കോർപ്പറേഷനിൽ. എന്തായാലും കോഴിക്കോട് കോർപ്പറേഷനിൽ വലിയ പ്രളയമുണ്ടാവുന്നില്ല, വെള്ളപ്പൊക്കം ഉണ്ടാവുന്നില്ല. പക്ഷേ കൊച്ചിയിലും തിരുവനന്തപുരത്തും കൃത്യമായി മഴ പെയ്താൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ് ഇപ്രാവശ്യം ചെയ്തത്. വളരെ നേരത്തെ, പ്രത്യേകിച്ച് ഏപ്രിൽ മാസം പകുതിയായപ്പോൾ തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. അത് ചെറിയ കാര്യമല്ല. മാത്രമല്ല 1 ലക്ഷം രൂപ വീതം എല്ലാ വർഷവും കഴിഞ്ഞ 50 വർഷമായി, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി, അല്ലെങ്കിൽ 1 ലക്ഷം 50 വർഷമായിട്ട് അനുവദിച്ചിട്ടുണ്ടോ നമുക്ക് കണക്കെനിക്കറിയില്ല. എന്തായാലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഓരോ ലക്ഷം രൂപ വീതം വാർഡുകൾക്ക് കൊടുക്കുകയും, അത് കൗൺസിലർക്ക് പറ്റുന്നത് കൗൺസിലറും എടുക്കുമെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാ കൗൺസിലർമാരും കാശ് എടുക്കുന്നവരോ കള്ളന്മാരോ ഒന്നുമല്ല. പക്ഷേ അങ്ങനെ കാശ് വേണമെന്നുള്ളവർക്ക് അതിൽ നിന്ന് ചെറിയ പൈസ എടുക്കാനും ബാക്കി കോൺട്രാക്ടർമാർക്ക് ചെറിയ പൈസ കൊടുക്കാനും ഒക്കെ കഴിച്ച് എന്തെങ്കിലും കുറേ ഓടകളിൽ അവിടെ ഈ മസ്റ്ററോൾ എഴുതുന്നതിന് വേണ്ടിയിട്ട് കുറേ ഓടകളിൽ അതും ഇതൊക്കെ വാരി അതിൻ്റെ കരയിൽ തന്നെ വയ്ക്കും. 4 ദിവസം കഴിയുമ്പോൾ അടുത്ത മഴ വരുമ്പോൾ അത് ഒഴുകും, അതിങ്ങനെ അത് ഒലിച്ചു പോകും, ഇളക്കിയിടുന്നൊരു പരിപാടിയാണ് കാണുന്നത്. അങ്ങനെ 1 ലക്ഷം രൂപ വീതം 100 വാർഡിലായിട്ട് എത്ര ലക്ഷം രൂപയായെന്ന് ആലോചിച്ചോണം, എത്ര കോടി രൂപയായെന്ന് ആലോചിച്ചോണം. അത് തീർക്കുന്ന ഒരു പരിപാടിയാണ് നടന്നു വരുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ പ്രധാനപ്പെട്ട വാർഡുകളിൽ, കാരണം കൂടുതൽ കുഴപ്പമുള്ള പ്രധാനപ്പെട്ട വാർഡെന്ന് പറഞ്ഞാൽ കൗൺസിലർമാർ പ്രധാനപ്പെട്ട അങ്ങനത്തെ വാർഡല്ല, കുഴപ്പം കൂടുതലുള്ള വാർഡുകളിൽ 5 ലക്ഷം രൂപ വരെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളൊരു തീരുമാനമെടുക്കുകയും വർഷങ്ങളായി കേടായിക്കഴിഞ്ഞ 2 ഹിറ്റാച്ചിയെ നന്നാക്കുകയും പിന്നെ ലോറികൾ നന്നാക്കുകയൊക്കെ ചെയ്ത് വളരെ ദ്രുതഗതിയിൽ മേയർ തന്നെ പല സ്ഥലത്തും, ഡെപ്യൂട്ടി മേയറും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഇവർ തന്നെ പല സ്ഥലത്തും പോകുന്നു, രാത്രി പോകുന്നു, പകൽ പോകുന്നു. പക്ഷേ വിഷയം അതല്ല. ഇത് പാമ്പിൻ്റെ കാര്യം പറഞ്ഞണക്ക് പൊത്തിലൊന്നാണെങ്കിൽ അളയിൽ 1000 എന്ന് പറയുന്നത് പോലെ ഇത് വളരെ വലിയ രീതിയിലാണ് പിന്നെ ഈ മാലിന്യം കിടക്കുന്നത്. അത് ആമേഴഞ്ചൻ തോടായാലും കിള്ളിയാറായാലും കരമനയായാലും അതുപോലെ തന്നെ അതിൻ്റെ കൈവഴികളായാലും ധാരാളം കൈവഴികളുണ്ട്. പട്ടം തോടായാലും ഉള്ളൂർ തോടായാലും തെറ്റിയാറായാലും അത് പിന്നെ ടെക്നോ പാർക്കിൻ്റെ അടുത്തുള്ള തെറ്റിയാറായാലും കവിയാറായാലും ധാരാളം ഈ കുഞ്ഞു കുഞ്ഞു തോടുകൾ, നദികൾ, കണ്ണമ്മൂലത്തോട്, പിന്നെ പാറ്റൂർ തോട്, അത് കഴിഞ്ഞിട്ട് പട്ടം തോട്, പിന്നെ അത് കഴിഞ്ഞ് ഉള്ളൂർ തോട്, ഇങ്ങനെ ഓരോ സ്ഥലത്തെ നമുക്ക് പറയാം. വളരെ വലിയ തോതിലാണ് മാലിന്യം കിടക്കുന്നത് ജലസ്രോതസ്സുകളിൽ. അതിനേക്കാൾ വലുതാണ് ഓടകളിലുള്ള മാലിന്യം. ഇത് ടൺ കണക്കിനാണ് ഓരോ ദിവസവും വാരേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ അതിബൃഹത്തായ ഒരു പദ്ധതി, അത് കോർപ്പറേഷൻ മാത്രം ചെയ്തുകൊണ്ട് തീരുന്നൊരു പദ്ധതിയല്ല. ഇതിപ്പോൾ ഇങ്ങനെ പോകും, ശുചീകരണ പരിപാടിയൊക്കെ ഇങ്ങനെ പോകും. പക്ഷേ ഗവൺമെൻറ് 4ാം തീയതി കഴിഞ്ഞ് ഇവിടെ ഒരു ഗവൺമെൻറ്, കാരണം ഇനിയിപ്പോൾ ഈ ഗവൺമെൻറ്റിൽ നിന്ന് അങ്ങനെ വലിയൊരു പൊളിറ്റിക്കൽ ഡിസിഷനൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല, പ്രത്യേകിച്ച് അതിനുള്ളൊരു സാധ്യതയില്ല. പക്ഷേ 4ാം തീയതി കഴിയുമ്പോൾ, 4ാം തീയതി ആകാൻ ഇന്ന് 27ആയി, 7 ദിവസത്തെ കഥയേ ഉള്ളൂ. പക്ഷേ 4ാം തീയതി കഴിഞ്ഞാൽ ഒരു ഗവൺമെൻറ് ഇവിടെ വന്നാൽ തലസ്ഥാന നഗരത്തെ പ്രത്യേക ഡ്രൈവ്, മാലിന്യ സംസ്കരണത്തിലും ജലത്തിൻ്റെ സംരക്ഷണത്തിലും ഒരു പ്രത്യേക ഡ്രൈവ് ചെയ്തേ കഴിയൂ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താ പറയുക, അതിന് പ്രത്യേകമായ ഒരു മിഷൻ തന്നെ പ്രവർത്തിപ്പിക്കേണ്ടിയിരിക്കുന്നു. തലസ്ഥാന നഗരം എന്നുള്ള നിലയിൽ തിരുവനന്തപുരത്തിൻ്റെ മനോഹാരിത തിരിച്ചുപിടിക്കാൻ എവർഗ്രീൻ, നിത്യഹരിത നഗരം, എവർഗ്രീൻ സിറ്റി എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടൊരു നഗരമാണ് തിരുവനന്തപുരം. അതിൻ്റെ ഗരിമയിൽ, അതിൻ്റെ തനിമയിൽ അത് തിരിച്ചു പിടിക്കണം. 8-10 കുന്നുകളുടെയും, പാളയം കുന്ന്, തക്കാട് കുന്ന്, ബാർട്ടൻ കുന്ന്, കനകക്കുന്ന് തുടങ്ങിയ 7 കുന്നുകളുടെയും, പാളയം കുന്ന്, അങ്ങനെ 7-8 കുന്നുകളുടെയും, പിന്നെ എരുമക്കുളം, പാത്രക്കുളം, മാഞ്ഞാലിക്കുളം, താമരക്കുളം തുടങ്ങിയ ധാരാളം കുളങ്ങളുടെയും നാടായിരുന്നു തിരുവനന്തപുരം. അതെല്ലാം പലതും നഷ്ടപ്പെട്ടു. അതെല്ലാം നഷ്ടപ്പെട്ടതെല്ലാം ഇനി തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷേ കുറേ കാര്യങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. അതുപോലെ ഒരുപാട് കുളങ്ങളാണ് നാഥനും നന്ദനുമില്ലാതെ കിടക്കുന്നത്. അതൊക്കെ പ്രയോജനപ്പെടുത്തി കുടിവെള്ളത്തിന് ഉപയോഗിച്ചില്ലെങ്കിലും മറ്റാവശ്യത്തിനുള്ള വെള്ളം അവിടെ നിന്നെടുത്താൽ തീർച്ചയായിട്ടും കുടിവെള്ളം ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാനും കഴിയും. അപ്പം 3 വിഷയങ്ങളിൽ ഒരു മാസ്റ്റർ പ്ലാൻ തിരുവനന്തപുരത്ത് ഉണ്ടാകണം. 1, ജലസുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകണം. 2, മാലിന്യരഹിതമായ ഒരു നഗരം. 3, മനോഹാരിത തീർക്കണം. മാലിന്യരഹിതമായി തീർക്കുമ്പോൾ തന്നെ മനോഹാരിതയുടെ 1ാം ഘട്ടമായി, പക്ഷേ ബാക്കി മനോഹാരിതയും കൂടി തീർത്തുകൊണ്ടുള്ള ഒരു ത്രിമുഖ തന്ത്രം കോർപ്പറേഷൻ അവലംബിക്കണം. അതിൻ്റെ തുടക്കമായിട്ടായിരിക്കട്ടെ ഇപ്രാവശ്യത്തെ മാലിന്യ നിർമ്മാർജ്ജന, അതായത് ഈ
പൂർവ്വകാല മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടികൾ വളരെ ഗൗരവമായി നടക്കുന്നുവെന്നറിയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഒരു ഹിമാലയൻ ടാസ്ക്കായി മാറിക്കൊണ്ടിരിക്കുന്നു. എടുക്കും തോറും കൂടുന്ന നിലയിലാണ് മാലിന്യം ഓരോ തോട്ടിലും ഓരോ പുഴയിലും ഓരോ നദികളിലും കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഉദ്യോഗസ്ഥ സംവിധാനത്തിൽ തീരില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മെയ് മാസത്തിലെ മഴയ്ക്ക് മുമ്പ്, അതായത് മെയ്യിലെ നല്ല മഴ വരുന്നതിന് മുമ്പ്, മെയ് 27-ലൊക്കെയാണ് മഴ പറയുന്നത്, സംസ്ഥാന സർക്കാർ 4-ാം തീയതി കഴിഞ്ഞാൽ സമയമുണ്ട്. 5-ാം തീയതിയുടെ റിസൾട്ട് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ മെയ് 27-നിടയ്ക്ക് അല്ലെങ്കിൽ മെയ് മാസത്തിൽ 10-20 ദിവസം സമയമുണ്ട്. ഈ ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെ സകല ആളുകളെയും, ഞാൻ പറഞ്ഞാൽ സ്കൂളുകൾ, കോളേജുകൾ, കോർപ്പറേഷനിലെ സ്കൂളുകൾ, കോളേജുകൾ, നാഷണൽ കേഡറ്റ് കോർപ്സ്, NCC, NSS നാഷണൽ സർവീസ് സ്കീം, SPC സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, ഹരിത കർമ്മസേന, അതുപോലെ നല്ല പാഠം, മനോരമയുടെ നല്ല പാഠം, മാതൃഭൂമിയുടെ സീഡ്, പിന്നെ ദേശാമാനിക്കുന്ന അക്ഷരമുറ്റം, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പരിപാടികളുണ്ട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച്. പിന്നെ നിരവധി ഹരിത സംഘടനകളുണ്ട്, ഭൂമിത്ര സേനയുണ്ട്, ഈ ക്ലൈമാറ്റ് ചേഞ്ച് ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക്, സകല പേരെയും, പിന്നെ തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്ന യുവാക്കളെയും ന്യൂജനെയും അടക്കമുള്ള സകല പേരെയും ഒരു വാർഡിൽ 100 പേരെന്ന കണക്കിന് 1 ലക്ഷം പേരെ ഇറക്കാൻ കഴിയുമോ എന്ന് കോർപ്പറേഷൻ ആലോചിക്കുക. അത് 10 ലക്ഷമായാലും അത്ഭുതമില്ല. 1000 പേരെ ഒരു വാർഡിൽ ഇറക്കാൻ ഒരു പ്രയാസവുമില്ല. 100 വാർഡിൽ 1000 പേരെ ഇറക്കാനോ 10,000 പേരെ ഇറക്കാനോ ഒരു പ്രയാസമില്ല. മിനിമം 1000 പേരെയെങ്കിലും ഒരു വാർഡിൽ ഇറക്കാൻ പറ്റിയാൽ 1000 പേരെ ഇൻറ്റു 100, 1 ലക്ഷം പേരെ ഒരു ദിവസം തിരുവനന്തപുരത്തിൻ്റെ, നമ്മുടെ നഗരത്തെ ശുചീകരിക്കാനുള്ള ഒരു ക്യാമ്പയിൻ നടത്താൻ കോർപ്പറേഷൻ തയ്യാറുണ്ടോ? അതിൽ സംസ്ഥാന സർക്കാരുകളെയും സകല ഡിപ്പാർട്ട്മെൻറ്റുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബൃഹത്തായ പരിപാടി നടത്താൻ തിരുവനന്തപുരം കോർപ്പറേഷന് കഴിയുമോ? ഒരുപക്ഷെ രാജ്യം കണ്ട, കേരളം കണ്ട ഏറ്റവും വലിയൊരു ക്യാമ്പയിനായി, ഏറ്റവും വലിയൊരു പ്രവർത്തനമായി ഈ ശുചീകരണം മാറിയാൽ പിന്നെ നമുക്ക് ബാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ വീണ്ടും വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും ദുരിതങ്ങളും പിന്നെ അസുഖങ്ങളുമായി തന്നെ നഗരം നാറും. അത് മാറാത്തത് മാറ്റാൻ വന്നവർ നാറ്റമെങ്കിലും മാറ്റുമെന്ന് തന്നെ നമുക്ക് കരുതാം.